ഹലോ. അപ്പോൾ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതിന് മുന്നത്തേക്കാളും ബെറ്ററായിട്ട് തോന്നിയവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി എന്നോട് ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്രയാണോ ചോക്ലേറ്റ് എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി ഫ്രഷ് ക്രീം എടുക്കുക, എന്നിട്ട് അതൊരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല തിക്ക് ഗനാഷായി കിട്ടും കേട്ടോ. ഇത് കണ്ടപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് 2 കുനാഫ ചോക്ലേറ്റ് ബ്രൗണിയാണ് കേട്ടോ ചെയ്തെടുക്കാനുള്ളത്. ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് എൻക്വയറീസ് ആണ് കേട്ടോ DM-ൽ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് എന്നോട് ഇതിൻ്റെ സെയിൽ ഇടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അടുത്ത് തന്നെ അതിൻ്റെ ഒരു സെയിൽ ഇടുന്നതായിരിക്കും. റെസിപ്പിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ റെസിപ്പിയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇത് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. മെയിൻ വീഡിയോയിലുണ്ട് ഇതിൻ്റെ ബ്രൗണി റെസിപ്പിയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ഗിവ് അവേ ഓൺ ദ വേ ആണ്. അപ്പോൾ നമ്മൾ 500 സബ്സ്ക്രൈബറിലേക്ക് കടക്കാൻ ഇനി കുറച്ച് ദൂരം മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത ബ്രൗണിയിൽ കുനാഫ ചോക്ലേറ്റ് ഫസ്റ്റ് ലെയറായും ചോക്ലേറ്റ് സെക്കൻഡ് ലെയറായാണ് കൊടുത്തത്. അങ്ങനെ ചെയ്തു വന്നപ്പോൾ രണ്ടാമത് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രൗണി ഫസ്റ്റ് ലെയർ ചോക്ലേറ്റും സെക്കൻഡ് ലെയർ കുനാഫയും ആയിട്ട് കൊടുത്തു കേട്ടോ. എങ്ങനെ ചെയ്തെടുത്താലും ടേസ്റ്റ് ഒന്ന് തന്നെയാണ്. എന്നാലും ഒരേ മോഡിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ബോറടിക്കുമല്ലോ, അതുകൊണ്ടൊന്ന് മാറ്റി ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഡിസൈൻ കണ്ടോ, അത് കാണുന്നത് പോലെ തന്നെ ചെയ്യുമ്പോഴും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബ്രൗണിക്ക് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ ബ്രൗണി വീഡിയോ കണ്ട് അവർക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ടാണ് കേട്ടോ അവർ ഈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മുടെ 2 വർക്കും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നട്ട്സായിട്ട് ഹേസൽനട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. റിച്ചിന് ഒരു കുറവും വേണ്ട. പിന്നെ ഞാനിത് ചെയ്യുമ്പം ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോക്ക് ലൈറ്റ് നല്ല കുറവായിട്ടുള്ളത്. പിന്നെ അകത്ത് ലൈറ്റ് ഇട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത്ര ഒരു പെർഫെക്ഷൻ കിട്ടില്ല, ഷാഡോ ഒക്കെ വരും. ഇപ്പോൾ നല്ല ലൈറ്റൊക്കെ വന്നില്ലേ. ഇത് പുറത്ത് നിന്നാണ് കേട്ടോ ബാക്കി വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയെ വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.